BArch എടുക്കണോ BA ഇന്റീരിയർ ഡിസൈനിങ് എടുക്കണോ? ഒരുപാട് പേരുടെ സംശയം ഏതാണ് മികച്ചത്. പക്ഷെ അതിനു മുന്നേ ഇത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ നമ്മളൊരു കോഴ്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമുക്ക് നോക്കാം BArch എന്താണെന്നും BA ഇന്റീരിയർ ഡിസൈനിങ് എന്താണെന്നും. ഓക്കെ, BArch എന്ന് പറയുന്നത് ഒരു 5 ഇയർ ഡിഗ്രി പ്രോഗ്രാം ആണ്. 4 ഇയർ പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ്. നിങ്ങൾ 5 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കൊരു ഡിഗ്രി ലഭിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 ഇയർ ഡിപ്ലോമ പ്രോഗ്രാം വരുന്നുണ്ട്. അതേപോലെ 1 ഇയർ ഡിപ്ലോമ പ്രോഗ്രാം, 2 ഇയർ ഡിപ്ലോമ പ്രോഗ്രാം അങ്ങനെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ 3 ഇയർ ഡിഗ്രി, 4 ഇയർ ഡിഗ്രി ആയിട്ടും അത് ഓരോ യൂണിവേഴ്സിറ്റീസ് അനുസരിച്ച് ചേഞ്ചസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വരയ്ക്കാൻ അറിയാം എന്ന് വെച്ച് ആരും ഒരിക്കലും എന്താവരുത്, BArch എന്ന് പറയുന്ന ഒരു കോഴ്സിലേക്ക് ഓടിപ്പോകരുത്. കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് BArch എന്ന് പറയുമ്പോഴത്തേക്ക്. +2-ന് സയൻസ് ഉള്ള കുട്ടികൾക്ക്, അത് പണ്ടൊക്കെ മാത്സ് മാത്രമുള്ള കുട്ടികൾക്ക് നാറ്റ എന്ന എൻട്രൻസ് എഴുതിയിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, BArch-ന് എൻ്റർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 2020 ശേഷമാണെന്ന് തോന്നുന്നു, നാറ്റ മാത്രം പോരാ, നിങ്ങൾ +2-ന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകൾ പഠിച്ചിരിക്കണമെന്നുള്ളൊരു റൂളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ നമുക്ക് BArch എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിനീയറിംഗിന്റെ ഒരു ഒരു ഏകദേശം സിമിലർ ആയിട്ട് തന്നെ ഉള്ള ഒരു കോഴ്സാണ്. അത്രയും തന്നെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കോഴ്സസും ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് BArch-ലും പഠിക്കാനുണ്ട്. അപ്പം ഈ ഫിസിക്സ്, കെമിസ്ട്രി പോലുള്ള മാത്സ് പോലുള്ള സബ്ജക്റ്റ് ഇല്ലാത്ത കുട്ടികൾ വരുമ്പോഴത്തേക്ക് അവർ പഠിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റൂള് കൊണ്ടുവന്ന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റ് പഠിച്ച കുട്ടികൾക്ക് നാറ്റ എൻട്രൻസ് എക്സാം അല്ലാന്നുണ്ടെങ്കിൽ JEE സെക്കൻഡ് പേപ്പർ എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, BArch-ന്റെ അഡ്മിഷൻ നേടാൻ സാധിക്കും. നിങ്ങൾക്ക് പ്രീമിയം യൂണിവേഴ്സിറ്റീസ് ആയ IIT പോലുള്ള യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് BArch പഠിക്കാവുന്നതാണ്. അപ്പം അവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നാറ്റ പോരാ, JEE-യുടെ പേപ്പേഴ്സ്, JEE മെയിനും അഡ്വാൻസും ഒക്കെ നിങ്ങൾ ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് IIT പോലുള്ള ക്യാമ്പസുകളിൽ BArch-ന് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അതേപോലെ കൂടുതലായിട്ടുള്ള കോളേജസ് എന്താണ്, നാറ്റ പോലുള്ള എക്സാംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ JEE സെക്കൻഡ് പേപ്പർ ക്ലിയർ ചെയ്താൽ പോലും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരിക്കലും എനിക്ക് പടം വരയ്ക്കാൻ അറിയാം എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ ഒരിക്കലും BArch പോലുള്ള ഒരു കോഴ്സിലേക്ക് എടുത്ത് ചാടരുത്. കൃത്യമായി എന്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, എത്രത്തോളം, ഒരുപാട് പേരെ ഞാനും കണ്ടിട്ടുണ്ട് ഇതേപോലെ വളരെ ഈസി ആയിരിക്കും എന്ന് കരുതി BArch-ലേക്ക് വന്നിട്ട് വളരെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് വാക്കുകളും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു നിങ്ങൾക്ക് അതനുസരിച്ചുള്ളൊരു കഴിവും വേണം. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു 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 ബിൽഡിംഗ് ഒക്കെ മാത്രമായി എല്ലാവർക്കും അത് സാധിക്കുന്നതല്ല. അവരുടെ പഠിക്കുന്നത് മാത്രമല്ല, നമുക്ക് ഉള്ളിലൊരു കഴിവും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മേഖലയിൽ കൂടുതലായിട്ട് എന്താ പറയാ, കൂടുതലായിട്ട് നല്ലൊരു ലെവലിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതും പ്രത്യേകം ഒന്ന് നോക്കി വെക്കുക. പിന്നെ അതേപോലെ ഡിസൈനിങ് മേഖലയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇന്റീരിയർ ഡിസൈനിങ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിംഗ്, ഒരു റൂമിന്റെ ഇന്റീരിയർ മാത്രമായിരിക്കും അവർക്ക് മെയിൻ ആയിട്ട് നോക്കണം. അത് മനോഹരമായിട്ട് ആ സ്പേസ് എത്രത്തോളം യൂസ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്യുക, ആ ഒരു മേഖല മാത്രമായിരിക്കും ഇതുപോലെ പോയിട്ട് 2 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ 1 ഇയർ ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ആർക്കിടെക്ചറിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ബിൽഡിങ്ങിന് ആദ്യം മുതൽ അവസാനം വരെ അവരുടെ ബേസ് മുതൽ എൻഡ് വരെയുള്ള കാര്യങ്ങളിൽ എത്രത്തോളം സ്പേസ് ഒക്കുപ്പൈ ചെയ്ത്, അങ്ങനെ ഒരുപാട് വളരെ ക്രിയേറ്റീവായിട്ട് തന്നെ അത് ഡിസൈൻ ചെയ്ത് വരിക. അതിന്റെ സേഫ്റ്റി, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് BArch പോലുള്ള ഇതിനകത്ത് അവർക്ക് പഠിക്കേണ്ടതായിട്ട് വരും. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് അവർക്ക് ജോലിയിൽ ശ്രദ്ധിക്കേണ്ടി വരിക. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ BArch ഈ 5 വർഷം പഠിക്കാൻ വയ്യ, എന്തിനാണ് 5 വർഷമൊക്കെ എത്രയും കഷ്ടപ്പെടുന്നത് എന്നുള്ള ഒരു ചിന്തിക്കുമ്പോൾ അവരൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. നമുക്കിപ്പോൾ ഒരു സൈറ്റിന്റെ ഒരു ഫൈനൽ സ്കെച്ച്, അവരുടെ ഡ്രോയിങ്സ് ഒക്കെ ഫൈനൽ ചെയ്ത് സൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്, BArch പഠിച്ചവർക്കാണ്. അവരുടെ ഒപ്പിനാണ് വാല്യൂ ഉള്ളത്. അപ്പൊ നമ്മുടെ ഒരു ഒപ്പിന് നമ്മൾ 5 വർഷം ഇത്രയും കഷ്ടപ്പെടുന്നതിന്റെ ബലം നമുക്ക് കാണാം. അതേപോലെ തന്നെ ആർക്കിടെക്ചർ എന്നൊരു നെയിം ഇതിന് മുന്നേ തന്നെ നമുക്കൊരു ലേബിൾ നമുക്ക് ലഭിക്കുകയാണ്. ആർക്കിടെക്ചർ എന്നുള്ളത് നമ്മുടെ പേരിന് മുന്നോടിയായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്.
അതേപോലെ തന്നെ നമുക്ക് ഡോക്ടർ എന്നൊക്കെ പോലെ ഇന്റീരിയർ ഡിസൈനർ എന്നൊരു ഒരു പദവിയും കൂടെ നമ്മുടെ പേരിന് മുന്നേ നമുക്ക് ചേർക്കാൻ സാധിക്കുന്നതാണ്. അതും കൂടെ ശ്രദ്ധിക്കുക. ഒരിക്കലും ഇന്റീരിയർ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇതൊന്നും സാധിക്കുന്നതല്ല. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വരയ്ക്കാൻ ഉള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ BRക്കോ ഇന്റീരിയർ ഡിസൈനിങ് പോലുള്ള കോഴ്സ് എടുക്കണമെന്നില്ല. കാരണം ഇന്ന് ഒരുപാട് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്നതും വരയ്ക്കുന്നതും ഒക്കെ. അപ്പം അതിന്റെ ഒരു സോഫ്റ്റ്വെയർസ് ഒക്കെ പഠിച്ചാൽ തന്നെ നമുക്കൊരു ഐഡിയ ഉള്ളവർക്ക് ആണെങ്കിൽ പോലും ഇങ്ങനത്തെ കോഴ്സുകൾ നമുക്ക് പഠിച്ച് മുന്നോട്ട് വരാവുന്നതാണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മളുടെ താഴെ നമ്മൾ പോകുന്ന നമ്പേഴ്സ് നിങ്ങൾ വിളിച്ച് നിങ്ങൾക്ക് കരിയർ എക്സ്പേർട്സ് നിങ്ങൾക്ക് വ്യക്തമായ മറുപടികൾ തരുന്നതായിരിക്കും. അതേപോലെ BRക്ക് അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ് പോലുള്ള മേഖലയിൽ അഡ്മിഷൻസ് ലഭിക്കുന്ന ഏറ്റവും പ്രീമിയം യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെ കോളേജസ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജസ് എന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പർ ഞാൻ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ തീർക്കാവുന്നതാണ്. അപ്പം ഇനിയും പുതിയ മറ്റു വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യമേ എത്താനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന ബെല്ലൈക്കണും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.